ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സ്കാമിനെ കുറിച്ചാണ്. OTP സ്കാമിനെ കുറിച്ചാണ്. OTP നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു OTP വരുന്നു, നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് OTP വരുന്നു, വെരിഫിക്കേഷൻ കോഡായിട്ട് OTP വരുന്നു. സോ ലൈക്ക് ദാറ്റ് എങ്ങനെ എല്ലാ OTP വരും, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് OTP സ്കാമിനെ കുറിച്ചാണ്. ഇപ്പൊ കേരളത്തിൽ വൺ രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് നടന്ന് എല്ലാവരുടെ അടുത്ത് നിന്ന് പൈസ തട്ടിയെടുക്കുന്ന ഒരു സ്കാമാണിത്. ഓക്കെ, എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കൊറിയർ സർവീസിന് ഒരു കോൾ വരും. നിങ്ങൾക്ക് ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. സോ ഡെലിവറി ഏജന്റ് അവിടെ വന്ന് ഇരിപ്പുണ്ട് നിങ്ങളുടെ ലൊക്കേഷനിൽ. കറക്റ്റ് ലൊക്കേഷൻ ആയിരിക്കും, നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണോ അത് കറക്റ്റായിട്ട് അവർ പറയും. സോ അതിനുശേഷം അവർ പറയും നിങ്ങൾക്ക് ഈ ഏജന്റിന് നമ്പർ തരാം. സോ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ ബാക്കി നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോർ സ്റ്റെപ്പ് വരെ അവർ ഡെലിവറി ചെയ്ത് തരും എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ വരും. ആ നമ്പർ ശ്രദ്ധിക്കുക. അതിൻ്റെ അറ്റത്ത് 2 സ്റ്റാർ ഉണ്ടാവും. ലൈക്ക് നമ്പറിന്റെ അറ്റത്ത് 2 സ്റ്റാർ വന്നിട്ടുണ്ടാവും. അത് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് സ്കാം ആണ്, നിങ്ങൾ കൺഫേം ആക്കാം. ബട്ട് നോർമലായി ശ്രദ്ധിക്കാണ്ട് പെട്ടെന്ന് തന്നെ ആ നമ്പർ എടുത്ത് കോൾ ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നോർമലായിരിക്കും സംസാരിക്കും. ലൈക്ക് നോർമൽ ഡെലിവറി ഏജന്റ്. അപ്പോൾ അവർ പറയും നമ്മുടെ ഈ ലൊക്കേഷൻ ഇപ്പോൾ നിങ്ങളുടെ വീടിന് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, ഈ സ്ഥലത്താണ്. സോ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കൊരു OTP ഉണ്ട്, അതൊന്ന് ഷെയർ ചെയ്യുക. ആ OTP വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ ഉടനെ കൊണ്ടു തരുന്നതായിരിക്കും. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം കൊറിയറാണ്, അപ്പം ആരെങ്കിലും അയച്ചതായിരിക്കാം. നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു OTP വരുന്നു, അത് ഈ ഡെലിവറി ഏജന്റ് വക. അപ്പോൾ നോക്കുമ്പോൾ ഡെലിവറി ഏജന്റ് ഇപ്പോൾ വിളിച്ചോളൂ, ഓക്കെയാണ്. സോ നിങ്ങൾ ആ OTP കൊടുത്തതിന് ശേഷം ഓക്കെ നിങ്ങൾക്ക് കൊറിയർ കിട്ടാം, ചിലപ്പോൾ കിട്ടാണ്ടിരിക്കാം. അതെല്ലാം ചെയ്ത് നിങ്ങൾ ഒരു ഈവനിങ്, ഇപ്പം നിങ്ങൾക്ക് രാവിലെ ഈ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ബാങ്കിൽ നിന്ന് വിഡ്രോൾ വന്നൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾ അറിയും. ഓക്കെ, അപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഓപ്പണിൽ നമുക്ക് ഓടിപ്പോയി ബാങ്കിൽ പോയി ചെയ്യാൻ പറ്റില്ല. ബട്ട് ബാങ്കിലെ കസ്റ്റമർ കെയർസിനെ വിളിച്ച് സംസാരിക്കാവുന്ന കേസേ ഉള്ളൂ. ബട്ട് എന്നാലും നമുക്കത് റീഫണ്ട് ആയിട്ട് കിട്ടൂല, നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല. സ്കാമിന്റെ പിന്നിൽ ആരെ കളിച്ചതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമ്പറിന്റെ അറ്റത്ത് 2 സ്റ്റാർ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കൂടെയുള്ളവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക. സോ അടുത്തൊരു സ്കാമിന്റെ അവയർനെസ് ആയി ഞാൻ വരുന്നതായിരിക്കും. #war against scam. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.